തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലം മഹാദേവ ക്ഷേത്രമാണിത്. 2025 ജനുവരി മാസത്തിൽ ഇവിടുത്തെ ഉത്സവം കൂടാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ വിവാഹം കഴിച്ചിട്ട് 11 വർഷമായി. ഇത് ഞാൻ വിവാഹം കഴിച്ച ആ സ്ഥലത്തെ ദേശദേവനാണ്. അപ്പോൾ എനിക്ക് എല്ലാ വർഷവും ലീവിന് പോകുമ്പം പോയി തൊഴാറുണ്ടെങ്കിലും ഒരു ഉത്സവം കൂടാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമായാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതൊരു ശിവപാർവതി ക്ഷേത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള അമ്പലമാണ്. ഇവിടുത്തെ തൃക്കൊടിയേറ്റം എന്ന് പറയുന്നത് ധനുമാസത്തിലെ തിരുവാതിരയാണ്. അപ്പം ഞാൻ 3ാം ഉത്സവത്തിൻ്റെ അന്നാണ് അമ്പലത്തിൽ പോയതും ഇത് ക്യാപ്ചർ ചെയ്തതും. അന്ന് എനിക്ക് പ്രസാദം ഉണ്ണാനും ഒരു ഭാഗ്യം സിദ്ധിച്ചു. ഇത് മെയിൻ ക്ഷേത്രം. അപ്പം ഇതിൻ്റെ മുൻവശത്തുനിന്ന് താഴോട്ടിറങ്ങുമ്പോൾ നമുക്കൊരു നാഗരാജ ക്ഷേത്രവും വീരഭദ്രൻ്റെ ഒരമ്പലവും ഉണ്ട്. അപ്പം നമുക്ക് അമ്പലത്തിനൊന്ന് വലത്തിട്ട് ഇതിൻ്റെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ കാണാം. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ഈ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങളെല്ലാം തന്നെ. പിന്നെ ഈ അമ്പലമൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് ഉത്സവമായതുകൊണ്ട്. അപ്പം ഞാനൊരു 11:30 ആയപ്പോഴാണ് പോയത്. കാരണം എനിക്ക് ഉച്ച ഊണ് കഴിക്കാനും കൂടിയാണ് ഞാൻ പോയത്, പ്രസാദമൂട്ടിന്. അപ്പം അതൊരു 11:45 അമ്പലത്തിലെ ശീവേലി കഴിഞ്ഞതിന് ഉച്ചക്കത്തെ ശീവേലി കഴിഞ്ഞിട്ടാണ് ഈ പ്രസാദമൂട്ട് തുടങ്ങുന്നത്. അപ്പം ഇത് ആലാണ്. ഈ ആലിൽ ചുറ്റി വലം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള മന്ത്രവും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പടിഞ്ഞാറേ നടയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പടിഞ്ഞാറേ നടയിലാണ് പ്രസാദമൂട്ട് നടക്കുന്നത്. അവിടെയാണ് ഈ അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയം. എല്ലാ ഉത്സവമുള്ള ദിവസങ്ങളിൽ 12 മണിക്ക് പ്രസാദമൂട്ട് തുടങ്ങും. 2ാമത്തെ ദിവസം കഞ്ഞി ആണ്. ബാക്കി എല്ലാ ദിവസങ്ങളും പ്രസാദമൂട്ടാണ്. പിന്നെ ഇവിടുത്തെ ദ്വാരപാലകർ സ്ത്രീകളാണ്. ആക്ച്വലി ഇവിടുത്തെ ദ്വാരപാലകരെല്ലാം തന്നെ. പിന്നെ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ഇത് അയ്യപ്പൻ്റെ അമ്പലമാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ചെറുക്കടവ് മഹാദേവ ക്ഷേത്രവുമായിട്ട്. ഏകദേശം നമ്മുടെ നാട്ടിലെ മഹാദേവ ക്ഷേത്രങ്ങളുടെയൊക്കെ സ്ട്രക്ചർ സെയിമാണ്. അപ്പോൾ ഇവിടെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയാണുള്ളത്, ധർമ്മശാസ്താവ്. അപ്പം ഇവിടെ അയ്യപ്പന്മാർക്ക് മലയ്ക്ക് പോകുമ്പം വന്ന് വിശ്രമിക്കാനും അല്ലെങ്കിൽ കെട്ട് നിറയ്ക്കാനുമുള്ള ഒരു പ്രത്യേക സ്ഥലം കൂടെ ഉണ്ട്. ഇത് എണ്ണയൊക്കെ വാങ്ങുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ അമ്പലം ഒന്ന് വലത്തിട്ട് വന്നു. പിന്നെ ഇവിടെ ഒരു പഴയ കിണറും കിട്ടിന്ന് വെള്ളം വരുന്ന ഇതൊക്കെയുണ്ട്. എനിക്കതിൻ്റെ പേര് അറിയത്തില്ല, എന്താണ് തടി കൊണ്ടുള്ള ആ ഇതിൻ്റെ. പിന്നെ ഇത് താഴത്തെ അമ്പലമാണ്. ഇതിലെ കൂടെ നമ്മൾ ഇങ്ങനെ താഴോട്ടിറങ്ങി പോകുമ്പോൾ നല്ലൊരു കാവാണ്. അപ്പോൾ സർപ്പത്തിന് 100 പാലും കൊടുക്കുന്ന ചടങ്ങായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ താഴത്തെ അമ്പലത്തിലെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുകളിൽ ശീവേലി നടക്കത്തുള്ളൂ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ വർഷങ്ങൾ കൂടിയാണ് ഈ സർപ്പത്തിന് 100 പാലും കൊടുക്കുന്നത് കാണുന്നത്. പണ്ടൊക്കെ എല്ലാ വർഷവും ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ സർപ്പത്തിന് 100 പാലും കൊടുക്കുന്നത് കാണുമായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു 10-15 വർഷം കൂടിയാണ് നമ്മൾ പിന്നെ നാട് വിട്ടത്. കാരണം ഇങ്ങനെ കാണാനുള്ള അവസരങ്ങൾ കുറവാണല്ലോ. അപ്പോൾ എനിക്കത് ക്യാപ്ചർ ചെയ്യാൻ നോർത്തു. പിന്നെ പാലും തൈരും വെള്ളവും ഇത് മഞ്ഞൾപ്പൊടി ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിലാണ് ഇവിടെ അഭിഷേകവും ചടങ്ങുകളും ഒക്കെ നടന്നത്. ഒത്തിരി പേര് തൊഴാനും ഉണ്ടായിരുന്നു. അതിന് ശേഷം എല്ലാവരും പ്രസാദമൂട്ടിൻ്റെ സ്ഥലത്തേക്ക് പോകും. 11:45-12 മണിയോടടുക്കുമ്പോഴാണ് ഇവിടുത്തെ ദീപാരാധന നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ തൊട്ടപ്പുറത്താണ് നാഗരാജ ക്ഷേത്രം. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഇതിൻ്റെ അവിടുന്ന് ഇതിലെ കൂടെ താഴോട്ടിറങ്ങുമ്പോഴാണ് നമ്മൾ ഈ കണ്ട അമ്പലത്തിലോട്ട് പോകുന്നത്. ഇത് ഈ അമ്പലത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം അവിടെ അടുത്ത് ഒരു ആനയും കെട്ടിയിട്ടുണ്ട്. അത് ആനയാണ് ശീവേലിക്ക് സാധാരണയായിട്ട് എഴുന്നള്ളിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ പുറകിൽ ശരിക്കും ഒരു ആറോ തോടോ അതായത് നമുക്ക് അവിടെ നിന്ന് കാണാം.
സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നു.